അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്കനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. വിശുദ്ധ റമദാനിൻ്റെ മുൻപാണ് നമ്മുടെ അക്കാദമിക്ക് കീഴിൽ നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത്. റമദാൻ കടന്നു വന്നപ്പോൾ ക്ലാസ്സുകളെല്ലാം താൽക്കാലികമായി നമ്മൾ നിർത്തിവെച്ചു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ റമദാനിനെ സ്വീകരിക്കാൻ, റമദാനിലെ നോമ്പുകൾ പൂർത്തീകരിക്കാൻ, മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യാൻ റബ്ബ് നമുക്കെല്ലാവർക്കും അവസരം നൽകി. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. പെരുന്നാൾ നമ്മൾ ആഘോഷിച്ചു. നമ്മൾ വീണ്ടും നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഒന്നാമത്തെ ക്ലാസ് മഹാപണ്ഡിതനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊൻ നബവിയ്യ എന്ന പ്രസിദ്ധമായ ഹദീത്ത് ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠന ക്ലാസ്സാണ്. അതോടൊപ്പം തന്നെ തഫ്സീർ ക്ലാസ്സും നമ്മൾ ഉടനെ ആരംഭിക്കുന്നതാണ്. നമ്മൾ റമദാനിൻ്റെ മുൻപ് നമ്മൾ 23 ക്ലാസ്സുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് 23 ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. 10 ഹദീത്തുകൾ നമ്മൾ വായിച്ചു തീർത്തു. ഇന്ന് നമ്മൾ 11ാമത്തെ ഹദീത്തിലേക്ക് പ്രവേശിക്കുന്നു. 24ാമത്തെ ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കറിയാം, മഹാപണ്ഡിതനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഏതൊരു വിശ്വാസിക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥരചന നിർവഹിച്ചിട്ടുള്ളത്. അതിൽ 11ാമത്തെ ഹദീത്തായി അദ്ദേഹം കൊണ്ടുവരുന്ന വളരെ ചെറിയ ഒരു ഹദീത്താണ്. ഹദീത്ത് ഇപ്രകാരമാണ്: അൻ നബി മുഹമ്മദിൻ അൽ ഹസൻ ബിൻ അലി ബിൻ അബി ത്വാലിബിൻ സുബിത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറൈഹാനതിഹി റളിയല്ലാഹു അൻഹുമ ഖാല ഹഫിദ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅ മാ യരീബുക ഇലാ മാ ലാ യരീബുക റവാഹു തുർമുദി വന്നസായി വഖാല തുർമുദി ഹദീഥുൻ ഹസനുൻ സഹീഹുൻ. ഇതാണ് ഹദീത്ത്. വളരെ ചെറിയ മത്തിനാണ് ഈ ഹദീത്തിനുള്ളത്. എന്നാൽ വലിയ ആശയങ്ങൾ ഈ ഹദീത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഹദീത്ത് ഉദ്ധരിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും മകനാണ്. അബു മുഹമ്മദ് അൽ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീത്ത് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ 3-ാം വർഷമാണ്. റമദാൻ 15-നാണ് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇസ്ലാമിലെ 4-ാം ഖലീഫയായ അലി ബിൻ അബി ത്വാലിബിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമയുടെയും മകനാണ് മഹാനായ അബു മുഹമ്മദ് അൽ ഹസൻ ബിൻ അലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഹദീത്തിൻ്റെ റാബി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അദ്ദേഹത്തിന് ഹസൻ എന്ന പേരിട്ടിട്ടുള്ളത്. നന്മ അല്ലെങ്കിൽ സൗന്ദര്യം എന്നൊക്കെയാണ് ആ പേരിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഈ പേരക്കുട്ടിക്ക് വേണ്ടി, തൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചത് ഹദീത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി വഹിബ്ബുഹുമ ഫഅഹിബ്ബഹുമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ഇവരെ രണ്ടുപേരെയും, അഥവാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അവരെ രണ്ടുപേരെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അല്ലാഹുവേ നീയും അവരെ സ്നേഹിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രാർത്ഥന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്, ഹദീത്തിൽ ഉദ്ധരിച്ച നബിയുടെ പേരക്കുട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപവുമായി ഏറെ സാദൃശ്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തെ ചരിത്രത്തിൽ വായിക്കുമ്പോൾ സമ്പത്ത് വിനിയോഗിക്കുന്ന മേഖലയിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന മേഖലയിൽ വലിയ മാതൃക കാണിച്ച് അങ്ങേയറ്റം ഔദാര്യവാനായ വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി നമുക്ക് പറഞ്ഞു തന്ന ഉദ്ധരിച്ച വളരെ ചെറിയ എന്നാൽ വളരെ വിശാലമായ അർത്ഥങ്ങളുള്ള നമ്മളെല്ലാവരും പഠിക്കേണ്ട ഗൗരവമുള്ള ഒരു ഹദീത്താണ് ഈ ഹദീത്ത് എന്ന് ചുരുക്കം. എന്താണ് ഹദീത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്? പണ്ഡിതന്മാർ ഈ ഹദീത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അവർ പറഞ്ഞത് ഇസ്ലാമിലെ സൂക്ഷ്മതയുടെ അടിസ്ഥാനമാണ് ഈ ഹദീത്ത് എന്ന് അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിലെ സൂക്ഷ്മതയുടെ അഭിപ്രായമാണ് ഈ ഹദീത്ത്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇസ്ലാമിൻ്റെ ആണിക്കല്ലാണ് ഈ ഹദീത്ത് എന്ന് പറഞ്ഞു. ഇസ്ലാമിൻ്റെ ആണിക്കല്ലാണ് എന്ന്. ഇസ്ലാമിക നിയമങ്ങൾ കറങ്ങുന്ന 4 പ്രധാന ഹദീത്തുകളിൽ ഒരു ഹദീത്താണ് ഈ ഹദീത്ത് എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹാദൽ ഹദീസു അസ്ലുൻ അദീമുൻ മിൻ ഉസൂലിൽ വറഇ. എന്താ അദ്ദേഹം പറയുന്നത്? ഈ ഹദീത്ത് വറഅ് അഥവാ സൂക്ഷ്മതയുടെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ട മഹത്തായ ഒരു തത്വമാണ് എന്ന് ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. കാരണം എന്താ? സംശയമുള്ളത് ഉറപ്പാക്കി, സംശയമുള്ളത് ഒഴിവാക്കി ഉറപ്പുള്ളതിലേക്ക് നീങ്ങുക എന്നതാണ് വറഅ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലേക്ക് ശക്തമായ പ്രേരണ നൽകുന്ന, അത്തരം കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീത്താണ് ഈ ഹദീത്ത് എന്നാണ് മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇമാം ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, നിനക്ക് സംശയമുള്ള അഥവാ നിൻ്റെ മനസ്സ് സാക്ഷ്യപ്പെടുത്താത്ത, നിൻ്റെ മനസ്സ് സത്യപ്പെടുത്താത്ത കാര്യം നീ ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ നിനക്ക് യാതൊരു സംശയവുമില്ലാത്ത, മനസ്സിന് തൃപ്തി നൽകുന്ന കാര്യത്തിലേക്ക് നീ എന്ത് ചെയ്യുക? നീ മാറുകയും വേണം എന്നീ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഹദീത്തിൻ്റെ അർത്ഥം എന്താണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നബിയുടെ പേരക്കുട്ടി ഞാൻ ഹൃദ്യസ്ഥമാക്കി, മനപ്പാടമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന എന്താ? ദഅ്മാ യരീബുക. എന്താണ്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നമുക്കുപകാരമില്ലാത്ത, ആവശ്യമില്ലാത്ത, സംശയമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിച്ച് സംശയമില്ലാത്ത കാര്യങ്ങളിലേക്ക് നീങ്ങുക. അതാണ് ഈ ഹദീത്ത് പഠിപ്പിക്കുന്നത്. നിനക്ക് സംശയമുണ്ടാക്കുന്ന കാര്യങ്ങൾ നീ ഒഴിവാക്കണം. എന്ന് പറഞ്ഞാൽ നീ ഒഴിവാക്കണം, ഉപേക്ഷിക്കണം. മാ യരീബുക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് സംശയമുണ്ടാക്കുന്ന കാര്യങ്ങൾ. ഇലാമാല യരീബുക്ക്, നീ നിനക്ക് സംശയമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കി നിനക്കുറപ്പുള്ളതിലേക്ക് നീ എന്ത് ചെയ്യുക? നീ മടങ്ങണം. നീ ഉറപ്പുള്ളത് നീ എന്ത് ചെയ്യണം? ചെയ്യണമെന്നാണ് ഈ ഹദീത്ത് നമ്മളെ അതാണ് പണ്ഡിതന്മാർ ഈ ഹദീത്തിൻ്റെ പ്രാധാന്യമായി കൊണ്ട് രേഖപ്പെടുത്തുന്നത്. മഹാനായ അബു അബ്ദുറഹ്മാൻ അൽ അംരി റഹിമഹുല്ല പറഞ്ഞത്, ഇദാ കാനൽ അബ്ദു വരിഅൻ തറക മാ യരീബുഹു ഇലാ മാ ലാ യരീബുഹു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അഥവാ ഒരടിമ സൂക്ഷ്മതയുള്ളവനാകണമെങ്കിൽ, വറഉള്ള ആളായി മാറണമെങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ സംശയമുള്ളത് ഒഴിവാക്കി സംശയമില്ലാത്തതിലേക്ക് നീങ്ങും. അപ്പോഴാണ് അവൻ എന്ത് ചെയ്യുക? തഖ്വയുള്ള, സൂക്ഷ്മതയുള്ള ആളായി മാറുക എന്ന് മഹാനായ അബു അബ്ദുറഹ്മാൻ അൽ അംരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ ഹദീത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ച, മഹത്വമുണ്ട് എന്ന് പറഞ്ഞ, വിശ്വാസികൾ ഗൗരവത്തിൽ കാണണമെന്ന് പഠിപ്പിച്ച ഹദീത്താണ് ഇന്ന് നമ്മൾ വായിച്ച ഹദീത്ത്. എന്താണ് ഹദീത്തിൻ്റെ വിശദീകരണം? ഹദീത്ത് നമ്മളെ മൊത്തത്തിൽ പഠിപ്പിക്കുന്ന ഏതാനും ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, സംശയം വെടിയുക എന്നുള്ളതാണ്. ഈ ഹദീത്ത് നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ പാഠം സംശയമുള്ളത് ഒഴിവാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ഗൗരവമുള്ള കാര്യമാണ്, നമ്മൾ ഗൗരവത്തിൽ കാണണം. ഒരു കാര്യം അനുവദനീയമാണോ, ഹലാലാണോ, അതോ നിഷിദ്ധമാണോ, ഹറാമാണോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല എങ്കിൽ, അറിവില്ലാതെ വരികയാണ് എങ്കിൽ അത് ചെയ്യുന്നതിന് എന്ത് ചെയ്യാൻ പാടില്ല? അത് ചെയ്യുന്നതിന് നമ്മുടെ മനസ്സ് ഒരു ഭാരമോ സംശയമോ തോന്നുകയാണ് എങ്കിൽ അത് ഒഴിവാക്കണം, അത് ഉപേക്ഷിക്കണം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഈ 40 ഹദീത്തുകളെ വിശദീകരിക്കുമ്പോൾ അതിലെ 6ാമത്തെ ഹദീത്തായി കൊണ്ടുവരുന്ന ഹദീത്ത് ഏതാ? ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. ഹലാൽ വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ സാദൃശ്യമുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ ഒഴിവാക്കണം. അഥവാ 6ാമത്തെ ഹദീത്തുമായി ഈ ഹദീത്തിന് ബന്ധമുണ്ട് എന്നർത്ഥം. മഹാപണ്ഡിതൻ ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്ന 6ാമത്തെ ഹദീത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ആശയങ്ങൾ മടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മുഷ്തബിഹാത്തായ, സംശയാസ്പദമായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഒഴിവാക്കണം. സംശയമുള്ള കാര്യങ്ങളുടെ നമ്മുടെ നിലപാട് എന്താ? നമ്മൾ ഒഴിവാക്കാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഈ ഹദീത്തിലൂടെ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ നബി പറഞ്ഞത്? നിനക്ക് സംശയമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ഉറപ്പുള്ളതിലേക്ക്, സംശയമില്ലാത്തതിലേക്ക് നീങ്ങുക. അപ്പോൾ ഈ ഹദീത്ത് നമുക്ക് പറഞ്ഞു തന്ന 1ാമത്തെ പാടെന്താ? സംശയമുള്ളത് ഒഴിവാക്കണം. 2ാമത്തെ പാടെന്താ? ഉറപ്പുള്ളതിലേക്ക് നീങ്ങണം. ഉറപ്പുള്ള കാര്യം എന്ത് ചെയ്യണം?
ചെയ്യണം. സംശയമുള്ളത് ഉപേക്ഷിച്ചു തെറ്റില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള കാര്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നോക്കൂ നിങ്ങൾ, നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ധാരാളം കാര്യങ്ങൾ ആളുകൾ മതമാണെന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. ഇപ്പം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ നമ്മൾ എടുത്തു നോക്കിയാൽ ധാരാളം കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. പ്രമാണങ്ങളിലുണ്ടോ? പ്രമാണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കാണുന്നില്ല. എന്നാൽ പല ആളുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യാനുള്ള കാരണം എന്താ? ഞങ്ങളെ ദീന് പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, അവരൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല നമ്മൾ ദീന് സ്വീകരിക്കേണ്ടത്. സംശയമുള്ള കാര്യങ്ങൾ, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ, പ്രമാണം കൊണ്ട് സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒഴിവാക്കണം. അത് ഗൗരവത്തിൽ വിശ്വാസികൾ പഠിക്കേണ്ട കാര്യമാണ്. അതാണ് ഈ ഹദീസ്. സംശയമുള്ളത് ഒഴിവാക്കണം, ഉറപ്പുള്ളതിലേക്ക് നീങ്ങണം. അതേപോലെ തന്നെ മനസാക്ഷിയുടെ പങ്ക് എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ ഈ ഹദീസിന് മുന്നിൽ വെച്ച് ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒരു സത്യവിശ്വാസിയുടെ മനസ്സ് തെറ്റിനെക്കുറിച്ചുള്ള സൂചന നൽകും. ഒരു കാര്യം ചെയ്യുമ്പോൾ നെഞ്ചിലൊരു പെടച്ചിലോ അത് മറ്റുള്ളവർ അറിയുന്നത് ഇഷ്ടപ്പെടാതിരിക്കുകയോ തോന്നുന്നുണ്ട് എങ്കിൽ അതെന്താണ്? അത് പാപമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നവാസ് ബിൻ സമആൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി പറയുന്നുണ്ട്, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്. നന്മ എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ്. വൽ ഇസ്മു മാ ഹക ഫീ നഫ്സിക. പാപമെന്ന് പറഞ്ഞാലോ നിന്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. വകരിഹ്ത അൻ യത്വലിഅ അലൈഹി നാസ്. ജനങ്ങൾ അറിയുന്നതിനെ നീ വെറുക്കുന്നതാണ്. അപ്പം എന്താ പാപം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഹൃദയത്തിന് ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ആ കാര്യം ജനങ്ങൾ അറിയാതെ, ജനങ്ങളിത് മറച്ചു വെച്ച് ചെയ്യാൻ നമ്മൾ അറിഞ്ഞ പേടി അതുണ്ട് എങ്കിൽ അത് പാപമാണ് എന്നാണ്. അപ്പം നമ്മുടെ മനസാക്ഷി തന്നെ എന്തിന് സാധ്യത പറഞ്ഞു തരുന്നുണ്ട്? ഇന്നൊരു കാര്യം പാപമാണ്, ഇന്നൊരു കാര്യം തെറ്റാണ്. അത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാര്യം, അള്ളാഹിൻ്റെ ദീനിൽ നമ്മൾ മുസ്ലിമായി മരണം വരെ ജീവിക്കേണ്ട ആൾക്കാരാണ്. അപ്പം നമ്മൾ ബന്ധപ്പെടുന്നൊരു മേഖലയിൽ ഒരു കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ സംശയമുള്ളത് ഒഴിവാക്കുക, ഉറപ്പുള്ളത് സ്വീകരിക്കുക. നമുക്ക് നമ്മുടെ മനസ്സിലത് പാപമാണ്, ശരിയല്ല, അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? ഉറപ്പുള്ളതിലേക്ക് നമ്മൾ നീങ്ങുക എന്നുള്ളതാണ് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ ഹദീത്ത് ആരാധനകളിലും ഇടപാടുകളിലും ബാധകമാണ്. ഇത് കേവലം സാമ്പത്തികമായ കാര്യങ്ങളിൽ മാത്രമല്ല, ആരാധനകളിൽ, ഇബാദത്തുകളിൽ എന്ത് ചെയ്യണം? ഈ ഹദീത്ത് നമ്മൾ പ്രാവർത്തികമാക്കണം. ഉദാഹരണത്തിന്, ഒരാൾ വുളു എടുത്ത ശേഷം വുളു മുറിഞ്ഞോ എന്ന് സംശയിക്കുന്നു. വുളു മുറിഞ്ഞോ എന്നയാൾക്ക് സംശയമുണ്ട്. ഇവിടെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത് ഉറപ്പുള്ള കാര്യം എന്താ? വുളു ഉണ്ട് എന്നതാണ്. അയാൾക്ക് സംശയമാണ് വുളു മുറിഞ്ഞോ എന്നുള്ളത്, പക്ഷേ അയാൾ വുളു എടുത്തിട്ടുണ്ട്, അതാണ് ഉറപ്പുള്ള കാര്യം. അപ്പോൾ അയാൾ വുളു മുറിഞ്ഞു, ആ സംശയത്തിൽ ഏറ്റവും ഉറപ്പുള്ളത് എന്താ? വുളു എടുത്തു എന്നുള്ളതാണ്. ആ ഉറപ്പുള്ളതിനെ അയാൾക്ക് സ്വീകരിക്കാം. ഇനി അയാളുടെ മനസ്സ് കൂടുതൽ പറയുന്നത് വുളു മുറിഞ്ഞിട്ടുണ്ടെന്നാണ്. വുളു മുറിഞ്ഞിട്ടുണ്ട് എന്നാണ് അയാളുടെ മനസ്സ് പറയണത്. അങ്ങനെയാണ് എങ്കിൽ വുളു മുറിഞ്ഞു എന്നുള്ളതാണ് ഉറപ്പ്. അപ്പം എന്ത് ചെയ്യുക? ആ ഉറപ്പിനെ അയാൾ സ്വീകരിക്കാൻ വേണ്ടത്, ആ ഉറപ്പുള്ളതിനെ അയാൾ സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീത്ത് തോന്നലുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഹദീത്താണ്. വസ്വാസിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന, കാരണം ഉറപ്പുള്ളതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നീങ്ങാൻ പറ്റും. വളരെ വ്യക്തതയുള്ളൊരു കാര്യമാണ്. ദീനിൽ നമുക്ക് സംശയമുണ്ട് ഒരു കാര്യം, അത് ഒഴിവാക്കിക്കളി, ഉറപ്പുള്ളത് സ്വീകരിച്ചോളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ളുഹ്ർ നിസ്കരിക്കുമ്പോൾ ഞാൻ 4 ആണോ 3 ആണോ നിസ്കരിച്ചത്? ഉറപ്പെന്താ? 3 നിസ്കരിച്ചു എന്ന് ഉറപ്പാണ്. അപ്പോൾ 3ലേക്ക് മടങ്ങിയാൽ മതി. ഇങ്ങനെ ഉറപ്പുള്ളതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് നീങ്ങാൻ ഒരു എന്താ പറയുക, മാനസികമായ ഒരു കരുത്ത് ഈ ഹദീത്ത് നമുക്ക് നൽകുന്നുണ്ട് എന്നർത്ഥം. ഈ ഹദീത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞൊരു വാചകം, തീരുമാനം എടുക്കാനുള്ള കരുത്ത് നൽകുന്ന ഹദീത്താണ് ഈ ഹദീത്ത് എന്നാണ്. തീരുമാനം എടുക്കാനുള്ള ഒരു പരിശീലനം ഈ ഹദീത്ത് നമ്മളെ നമുക്ക് കരുത്ത് നൽകുന്നുണ്ട്. മനുഷ്യനെപ്പോഴും സംശയിച്ച് നിൽക്കേണ്ട ആളല്ല, മനുഷ്യന്മാരെപ്പോഴും സംശയിച്ച് നിൽക്കേണ്ട ആളുകളല്ല, മറിച്ച് തീരുമാനം എടുക്കാൻ, ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറയില്ല നമ്മൾ, അതിന് കഴിവുള്ള ആളായിട്ട് മാറണം. തീരുമാനം എടുക്കാൻ കഴിവുള്ള ആളാണ്. അത് ഈ ഹദീത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യത്തിൽ സംശയം വന്നാൽ അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? ഉറപ്പുള്ള വഴി തിരഞ്ഞെടുക്കുക. അതാണ് തീരുമാനം എടുക്കാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ. അതിനെ ഹദീത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രേരിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സത്യവും കളവും തിരിച്ചറിയാൻ ഈ ഹദീത്ത് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്, നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഹദീത്തിൻ്റെ ബാക്കി ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം എന്താ? ദഅ മാ യരിബുക ഇലാ മാ ലാ യരിബുക് എന്ന് പറഞ്ഞ ഹദീത്തിന്റെ തൊട്ടു ബാക്കിൽ ഫഇന്ന സിദ്ഖ തുമഅനിയത്തുൻ. സത്യമെന്ന് പറഞ്ഞാൽ അതെന്താ? അത് തുമഅനിയത്താണ്. അത് നമ്മുടെ ഹൃദയത്തിന് സ്വസ്ഥത നൽകുന്ന, പിന്നെ ഒരു സമാധാനം നൽകുന്ന കാര്യമാണ്. കെദിബോ അത് മ്ലേച്ഛമാണ്, അത് അധാർമികതയാണ് എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം സത്യമാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഹൃദയത്തിനൊരു കുളിർമ ഉണ്ടാകും,
ഒരു സന്തോഷം ഉണ്ടാകും, എന്നോട് യോജിപ്പുണ്ടാകും. ഒരു നുണയാണ് പറയുന്നത് എങ്കിലോ പറയുന്നവൻ്റെ വാക്കുകളിൽ വൈരുദ്ധ്യം ഉണ്ടാകാം, കേൾക്കുന്നവൻ്റെ ഹൃദയത്തിൽ അതിനെ ഒരു തടസ്സം അനുഭവപ്പെടുമെന്നൊക്കെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അപ്പം നോക്കൂ നിങ്ങൾ, ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ മഹാപണ്ഡിതനായ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇത് ചെയ്യാമോ എന്ന ഒരു കൺഫ്യൂഷൻ വന്നാൽ ആ കൺഫ്യൂഷൻ ഇല്ലാത്ത മറ്റൊരു വഴി ഉണ്ടാകും, സംശയമില്ലാത്തൊരു വഴി ഉണ്ടാകും. ആ വഴി നമ്മൾ തിരഞ്ഞെടുക്കുക. അതാണ് മഹാപണ്ഡിതനായ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതാണ് നിൻ്റെ ദീനിനും മനസ്സിനും ഏറ്റവും നല്ലത് എന്നുകൂടെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ചില നേട്ടങ്ങളുണ്ട്. ഒന്ന്, മാനസികമായ സമാധാനം ഉണ്ടാകും. കാരണം എന്താ? സംശയമുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയോ എന്ന ഒരു ചിന്ത, ഒരു അസമാധാനം, ആ അസമാധാനം ഉണ്ടാവില്ല, നമ്മൾ ഉറപ്പുള്ള കാര്യം ചെയ്തത്. അങ്ങനെ ഒരു സമാധാനം എന്ത് ചെയ്യും? ഈ ഹദീസ് പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹറാമിൽ നിന്നൊരു സംരക്ഷണം ഉണ്ട്. അറിയാത്തൊരു കാര്യം ചെയ്താൽ ചിലപ്പോൾ അത് ഹറാമാണെങ്കിലോ, അതുകൊണ്ട് തന്നെ അറിയാത്ത ഉറപ്പില്ലാത്തൊരു കാര്യം ഒഴിവാക്കുന്നതിലൂടെ ഹറാമിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് സുരക്ഷിതരാകാൻ സാധിക്കുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതേപോലെ തന്നെ പിന്നെ അള്ളാഹുവുമായി കൊണ്ടുള്ളൊരു നല്ല ബന്ധമുണ്ടാക്കാൻ, ഒരു സൂക്ഷ്മത പാലിക്കാൻ. കാരണം എന്താ? ഒരു വറ എന്ന് പറഞ്ഞാൽ എന്താ? ആ വറയിൻ്റെ സൂക്ഷ്മതയുടെ അടിസ്ഥാനം എന്താ? ഉറപ്പുള്ള കാര്യങ്ങൾ ചെയ്യുക, സംശയമുള്ളത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭക്തിയുള്ള ആളുകളാകാൻ നമുക്ക് സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു, തീരുമാനമെടുക്കാനുള്ള ഒരു എളുപ്പം ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഈ ഹദീത്ത് കരുത്ത് നൽകുന്നുണ്ട്. കാരണം എന്താ? അറിയാത്തൊരു കാര്യം ചെയ്താൽ സമൂഹത്തിനിടയിൽ ഒരു പക്ഷേ നമ്മൾ അപഹാസ്യരാകാൻ, സംശയിക്കപ്പെടാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നതാണ് ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ആ ഹദീത്ത് ഒന്നുകൂടെ പറയാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗൗരവമായി കാണേണ്ട ഹദീത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ് ഈ ഹദീത്ത് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഹഫിൽതു മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്, മനഃപ്പാടമാക്കിയിട്ടുണ്ട്. ദഅ മാ യരീബുക ഇലാ മാ ലാ യരീബുക എന്നാണ് പ്രവാചക തിരുമേനി പഠിപ്പിക്കുന്നത്. അഥവാ നിനക്ക് സംശയമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിച്ച് നിനക്ക് സംശയമില്ലാത്ത കാര്യങ്ങളിലേക്ക് നീ നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.